ശ്രീ അർവി ബാബു, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു മതവിഭാഗത്തിന് മാത്രമാണ് പരിഗണന നൽകിയിരിക്കുന്നത്. ഇതിനകം 4 തവണ അധ്യക്ഷന്മാർ മാറി വന്നിട്ടും ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് മതന്യൂനപക്ഷങ്ങളിൽ നിന്നും ഒരാളെ പോലും നിയമിക്കാൻ സാധിച്ചിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള രേഖകളിലാണ് ഇക്കാര്യങ്ങൾ കൃത്യമായും വ്യക്തമാകുന്നത്. ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ കാണുന്നു താങ്കൾ? അതിപ്പോ കേരളത്തിലെ ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ വിചാരം. കേരളത്തിൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം എന്നാണ് അർത്ഥം. ന്യൂനപക്ഷം മുസ്ലിം അല്ലാത്തതൊന്നും ന്യൂനപക്ഷമല്ല. അപ്പൊ അതുകൊണ്ട് ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മാത്രമേ പരിഗണിക്കൂ. അത് യാതൊരു സംശയമൊന്നുമില്ല. ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രമാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ് എന്നാണ്. അപ്പോ ഇവിടെ ഒരു സമവാക്യം രൂപപ്പെടുത്തിയിരിക്കുന്നതാണ്. അതായത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം, ബാക്കി ആർക്കും ന്യൂനപക്ഷ അവകാശങ്ങളില്ല, ബാക്കി ആർക്കും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണവും വേണ്ട. അപ്പൊ അങ്ങനെ ഒരു സമവാക്യമാണ് കേരളത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഒന്നും ഇവിടെ വാഴിക്കില്ല. ഇവിടെ കുറച്ച് നമ്മൾ കണ്ടതാണല്ലോ, സച്ചാർ പാലോളി കമ്മിറ്റിയുടെ സച്ചാർ കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തില് അതിന്റെ പെർസെന്റേജ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കേരളത്തിൽ നടക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനൊക്കെ കുറെ നാളുകളായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിം പ്രീണനം എന്ന് തന്നെയാണ് അർത്ഥം. വഴിവിട്ട് അതിരുവിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക. അപ്പൊ അങ്ങനെ ഒരു രാഷ്ട്രീയ നയമാണ് കേരളത്തിൽ ഇപ്പൊ നിലനിൽക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. അതുകൊണ്ട് ഇതിൽ അത്ഭുതപ്പെടാനില്ല. കേരളത്തിലെ സമവാക്യം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം, ന്യൂനപക്ഷം എന്നാൽ മുസ്ലിം. അത് കൃത്യമായ രീതിയിലുള്ളൊരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അത്തരത്തിലുള്ളൊരു പ്രീണന രാഷ്ട്രീയം തന്നെയാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത് അല്ലേ? സംശയമില്ലല്ലോ. അതിപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് നമ്മളത് കണ്ടു. തെരഞ്ഞെടുപ്പിന് മുൻപും ഇപ്പോ രാജ്യസഭാ സീറ്റുകളുടെ നിർണയത്തിന്റെ കാര്യത്തിലും കണ്ടു. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ പിന്താങ്ങുക എന്ന് വെച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ന്യൂനപക്ഷങ്ങൾ ഈ മുസ്ലിങ്ങൾ തങ്ങൾക്കെതിരായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാകും. അതിന് മുൻപ് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമാകും. ഈ ഒരു കാഴ്ചപ്പാടനുസരിച്ചിട്ടാണ് ആ പ്രീണന രാഷ്ട്രീയം അവർ തുടർന്നു കൊണ്ടുപോകുന്നത്. ഇവിടെയൊക്കെ വളരെ വലിയത് ഇപ്പൊ ഈ കാര്യത്തിൽ അത് ന്യൂനപക്ഷങ്ങളുടെ കാര്യം മാത്രമാണ് വിചാരിക്കാം. പക്ഷെ പൊതുവെ ഇത്തരം ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുമ്പോൾ അത് ഭൂരിപക്ഷ സമൂഹത്തിന് എതിരായിട്ടുള്ള നിലപാടുകളും ഭൂരിപക്ഷ സമൂഹത്തിനെ ഗുരുതരമായി ബാധിക്കുന്ന തരത്തിലാണ് ഉണ്ടാവുന്നത്. ഇതിപ്പോ നിശ്ചയിക്കുന്നത് ന്യൂനപക്ഷ സമൂഹത്തിനെ മാത്രമാണ്. അതിനകത്ത് ക്രിസ്ത്യൻ അല്ലെങ്കിൽ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹങ്ങളിൽ പെടുന്ന മറ്റേതെങ്കിലും വിഭാഗം ഉണ്ടെങ്കിൽ അവരെയൊക്കെ പരിഗണിക്കുന്നില്ല എന്നുള്ളത് ആ വിഭാഗങ്ങളെ വലിയ തോതിൽ ചിന്തിക്കേണ്ടതാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.